ഹായ്, ഞാൻ നിങ്ങളുടെ സുജയാണ്. ഈ ബോബി ചെമ്മണ്ണൂരിനെ താങ്ങി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്ന എന്ത് വൃത്തികെട്ട നെറികെട്ട ഊളത്തരങ്ങളും അതാ അത് ഭയങ്കര മാസാണെന്ന് കരുതി കൈയടിക്കുന്ന കമന്റ് ചെയ്യുന്ന കുറെ ഊച്ചാളികളുണ്ട്. അപ്പോ ആ ഊച്ചാളികൾ ദയവ് ചെയ്ത് ഒന്ന് മാറി നിന്നേക്കുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വെച്ചിട്ട് ഡബിൾ മീനിങ് കോമഡി പറയുമ്പോൾ, സ്ത്രീ വിരുദ്ധത പറയുമ്പോൾ, വൃത്തികെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, ഇതാണ് ഒരു പുരുഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ഒരു പൗരുഷം ഇങ്ങനെയാണ്, ബോബി ചെമ്മണ്ണൂർ കാണിക്കുന്നതാണ് പൗരുഷം എന്ന് വിചാരിക്കുന്ന കുറെ അലവലാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരോടും കൂടി ഞാൻ പറയുകയാണ്, അതിൽ കുറച്ച് ആൾക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നിങ്ങളുടെ ഭൂരിപക്ഷം ആൾക്കാർക്കും അതറിയാം. ആ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നെയാണ് അയാളെ കസ്റ്റഡിയിൽ എടുത്തത്. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ എന്തോ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ബ്രാഞ്ച്, അയാളുടെ ജ്വല്ലറിയുടെ എന്തോ ഒരു ബ്രാഞ്ച് ഇന്ന് ഓപ്പൺ ആവുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ വെച്ചിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു വയനാട്ടിൽ വെച്ചിട്ടാണ് അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 100% ബോബി ചെമ്മണ്ണൂരിനെ ഈ വിഷയത്തിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യം തന്നെയാണ്. അയാൾക്ക് ഈസിയായിട്ട് ജാമ്യം കിട്ടും, അയാളിപ്പോൾ എന്തായാലും പുറത്തിറങ്ങുകയും ചെയ്യും. പക്ഷേ അയാളെ കസ്റ്റഡിയിൽ എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് ഈ കേസിൽ അനിവാര്യമാണ്. കാരണം ബോബി ചെമ്മണ്ണൂരിന് മാത്രം ഒരു പ്രത്യേകിച്ച് നിയമമോ പ്രിവിലേജോ ഒന്നുമില്ല. അയാളും സാധാരണ പൗരൻ തന്നെയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹണി റോസ് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അവർ ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ, ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബോബി ചെമ്മണ്ണൂർ പിന്നീട് പല ഇന്റർവ്യൂസിൽ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് മെഴുകുവാണ്. അയാൾ ചെയ്ത കുന്തി ദേവി എന്ന് വിളിച്ചതൊക്കെ തമാശയാണ്, ഇപ്പോഴത്തെ തെറ്റായിട്ട് തോന്നുന്നില്ല, ഡിക്ഷണറിക്കകത്ത് കുന്തി ദേവി എന്ന് പറയുന്നതിന് ഒരു മോശം അർത്ഥമില്ല. അതായത് ഒരു വൃത്തികെട്ട ഡബിൾ മീനിങ് കോമഡി ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞിട്ട്, അത് നടിയെന്നോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരി എന്നുള്ളതല്ല, ഒരാൾ കിടന്ന് വായി വരുന്ന, ഇപ്പൊ ബോബി ചെമ്മണ്ണൂര് ഹണി റോസിനെതിരെ മാത്രമാണ് ഇമ്മാതിരി വൃത്തിയോട് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലുമല്ല. അയാൾ ഏത് സ്ത്രീയെ കണ്ടാലും, അല്ലെങ്കിൽ അയാളുടെ അടുത്തുകൂടെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഏത് പ്രോഗ്രാം ആണെങ്കിലും, അയാൾ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകും. അത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. അത് പെൺകുട്ടികളുടെ അടുത്ത് മാത്രമല്ല, ആര് ഒരു ചോദ്യം ചോദിച്ചാലും നമ്മൾ എത്രയോ തവണ അങ്ങനെ കണ്ടിട്ടുണ്ട് ഡബിൾ മീനിങ് കോമഡീസ് അയാൾ വിളിച്ചു പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വിടുന്നത്. അപ്പോൾ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, ഞാനത് വായിക്കാം. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണി റോസ്. അതായത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് പരാതി കൊടുത്തതിന് ശേഷം ഹണി റോസിന് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. കമന്റ് ബോക്സിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം, ബോബി ചെമ്മണ്ണൂരിന്റെ PR ടീം അവർ നല്ല രീതിയിൽ ഹണി റോസിനെ ചീത്ത വിളിക്കുന്നുണ്ട്, ബോബി ചെമ്മണ്ണൂരിനെ വെള്ള പൂശുന്നുമുണ്ട്. ഈ താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെ, അതൊരിക്കലും കമന്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കുന്ന ഹണി റോസിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു PR ടീം, അയാൾ കാശ് കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. അവർക്കെതിരെയും ഹണി റോസ് എന്തായാലും പരാതിയായിട്ട് മുന്നോട്ട് പോകും. കാരണം അവർ കാണിക്കുന്ന അമ്മാതിരി വൃത്തികേടാണ്. ബോബി ചെമ്മണ്ണൂർ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ഞാൻ എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസൊക്കെ കൊടുക്കുന്നു. അയാൾ പുല്ലുപോലെ ഓരോ മീഡിയയിലും വന്നു കയറിയിട്ട് അയാൾ വീണ്ടും ന്യായീകരിച്ച് മെഴുകുന്നുണ്ടായിരുന്നു. അയാളുടെ ന്യായീകരണ മെഴുകലിന്റെ ഒരു ചെറിയ വോയിസ്, മീഡിയയിൽ പറഞ്ഞൊരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. കുന്തി ദേവി എന്നുള്ള അതുപോലെയുള്ള 1-2 വാക്കുകൾ പറഞ്ഞതിലാണ് അത് ദ്വയാർത്ഥമാണ് എന്നുള്ളത് കുറെ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു പരാതി പറഞ്ഞു. കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അതില് പ്രത്യേകിച്ച് മോശമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ്, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല. അവിടെ വരുമ്പോ ആഭരണം ഇട്ട് കൊടുക്കാറുണ്ട്, കയ്യിൽ വളയിട്ട് കൊടുക്കാറുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിൽ മോശമായ ഒരു ഇന്റൻഷൻ എനിക്കോ മാഡത്തിനോ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുന്തി ദേവിക്ക് പകരം പലതും പറഞ്ഞിട്ട് ഇതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് കമന്റില്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ.
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാനേജർ എന്നോട് അത് സൂചിപ്പിക്കുകയും ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ള ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും തമാശ പറയുന്നു ആ ഒരു സെൻസിൽ എടുക്കും എന്നുള്ളത് കൊണ്ട് ആ സെൻസിലൊക്കെ തന്നെയാണ് അവർ എടുത്തിരുന്നത്. പലരും അത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ വേറെ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അവർക്ക് അതിൽ ബുദ്ധിമുട്ടിട്ട് ഉണ്ടായിട്ടായിരിക്കും. ഞാൻ ബലമായിട്ട് ഡാൻസ് കളിപ്പിക്കുകയോ ബലമായിട്ട് കൈപ്പിടിക്കുകയോ ഒന്നുമല്ല. അങ്ങനെ ഒരു സ്ത്രീയുടെ പബ്ലിക്കായിട്ട് അനുവാദമില്ലാതെ അവർക്ക് ഇഷ്ടമില്ലാതെ കൈപിടിച്ച് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ടല്ല, പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട്, അവരെ കൈപിടിച്ചിട്ട്. അവരൊന്നും അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഈ കുന്തി ദേവി എന്ന് പറഞ്ഞതുകൊണ്ട് ഡിക്ഷണറിയിൽ അതിനൊരു മോശമായ ഒരു അർത്ഥമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ഡിക്ഷണറിയിലെ അർത്ഥമല്ലല്ലോ ഇവിടെ ബോബി ചെമ്മണ്ണൂർ കുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് പരസ്യമായി ഹണി റോസ് നിൽക്കെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞത്. എനിക്ക് ഹണി റോസിനെ കാണുന്ന സമയത്ത് കുന്തി ദേവി ഓർമ്മ വരും എന്ന് പറയുമ്പോൾ എന്താണ് ബോബി ചെമ്മണ്ണൂരോട് ഉദ്ദേശിച്ചതെന്ന് ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന കുറച്ച് വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അത് ബോബി ചെമ്മണ്ണൂരിന് ഇതുവരെ മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, ബോബി ചെമ്മണ്ണൂർ വന്ന് കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നതുകൊണ്ടാണ്. അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതി കൊടുത്ത് ഇത്രയും അതൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ട് പോലും അയാൾ ചെയ്ത് തെറ്റായിട്ട് തോന്നിയിട്ടേയില്ല. ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും നമ്മുടെ നാട്ടിലില്ല. അയാൾ നമ്മളെ പോലെ സാധാരണക്കാരനാണ്, കുറച്ച് കാശുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാരിറ്റി പരിപാടി അങ്ങോട്ട് ചെയ്യും. ഓക്കെ, ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ മെയിൻ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളത് അങ്ങനെയാണ്. അതായത് അയാളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വിളിച്ചു പറയും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, അയാൾ ജസ്റ്റ് ഒരു ബിസിനസ് മാൻ ആയിരുന്നു കുറച്ചു കാലം മുന്നേ. സോഷ്യൽ മീഡിയയിലൊന്നും അത്ര വലിയ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വലിയ ബ്രാൻഡൊന്നും അല്ല. പിന്നീട് ബോബി ചെമ്മണ്ണൂർ അയാളുടേതായിട്ടുള്ള കുറച്ച് രീതികളിലൂടെ മർഡോണയെ കൊണ്ടുവരുന്നു ഏറ്റവും ആദ്യം, അപ്പം തന്നെ ഒരു ഫെയിം കിട്ടുന്നു. പിന്നീട് കുറച്ചു കാലമായിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇതേപോലെ വൃത്തികെട്ട വർത്താനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പോകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അറ്റൻഷൻ കിട്ടും. അതുമാത്രമല്ല, ഈ ഡബിൾ മീനിങ് കാര്യങ്ങൾ ഇങ്ങനെ തുടരെ വിളിച്ചു പറയുമ്പോഴത്തേക്കും അത് മാസാണെന്ന് കരുതുന്ന, ഒന്നിനും പറ്റാത്ത, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ വിചാരം, അതിൽ കൂടുതൽ ആണുങ്ങളാണ്, അതിൽ ഒരു അമ്മാവൻ കൈൻഡ് ഓഫ് ആണുങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അവരുടെ വിചാരം ബോബി ചെമ്മണ്ണൂർ എന്തോ വലിയ സംഭവമാണ്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഡബിൾ മീനിങ് കോമഡിയൊക്കെ പറയുന്ന ഒരാൾ അത് പൗരുഷമാണ്, അല്ലെങ്കിൽ പുരുഷത്വത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ കരുതുന്ന കുറേ ഊളകളുണ്ട്. ആ ഊളകൾ പൊക്കി പിടിച്ചുകൊണ്ട് അയാളെ നടക്കുകയും ചെയ്യും. അതുമാത്രമല്ല കേട്ടോ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടി ഫറാ ഷിബില, ഈ ഫറാ ഷിബിലയാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, അവർ ഒരു പരാമർശം ഉന്നയിക്കുകയുണ്ടായി. ബുദ്ധിപരമായി ആൺനോട്ടങ്ങളെയും നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തി ഹണി റോസിനെ വിമർശിച്ച്. അതായത് ഇവിടെ ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ പൊതുസമൂഹത്തിലേക്ക് വസ്ത്രം ധരിച്ചെത്തണം എന്നുള്ളത് അവരുടെ റൈറ്റാണ്. എന്ന് വെച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് അവരെപ്പറ്റി എന്ത് വൃത്തികേടും വിളിച്ച് പറയാനുള്ള അവകാശമൊന്നും ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. വസ്ത്രധാരണം ഒരാളുടെ റൈറ്റാണ്. അപ്പോൾ ഈ നടി ഫറാ ഷിബില, ഇപ്പം ഇവർ ഈ സമയത്ത് ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ. അധികം ആരും അറിയപ്പെടാത്തൊരു നടി വന്നിട്ട് ഹണി റോസിനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കുറേ ഈ സമയത്ത് ഇവരും അറിയപ്പെടും. അതുകൊണ്ടാണ് ഇവർ വന്നിട്ട് ഇതേപോലെ വിളിച്ചു കൂവുന്നത്. നോൺസെൻസ് ആണ് അതൊക്കെ ഭയങ്കര. കാരണം എൻ്റെ വ്യൂ പോയിന്റിൽ നോൺസെൻസ് ആണ്. കാരണം ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന, ഇവിടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഹണി റോസ് ആണ്. അപ്പോൾ അവർ ഒരു കാര്യം വന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതേപോലെ വസ്ത്രം ധരിച്ചിട്ടല്ലേ, കേരളത്തിലുള്ള ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം എന്താണ്, ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോഴത്തേക്കും കണ്ണി കണ്ടവന്മാർക്കൊക്കെ എന്ത് വൃത്തിയോടും വിളിച്ചു പറയാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ്. ബട്ട് നോൺസെൻസ്. അത് ഈ നടി പറഞ്ഞ പരാമർശത്തെ പറ്റി എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. വളരെ ഒരു ഊളത്തരമായി പോയെന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സ്ത്രീ ശരീരത്തെ അതിരുവിട്ട് വർണ്ണിക്കുന്നത് ലൈംഗിക അതിക്രമമാണ്. ഇത് ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് 24-ലടക്കം ജാനുവരി 8-ാം തീയതി ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ചെയ്തത് ഈ ലൈംഗിക അതിക്രമമാണ്. അതിനെയാണ് വേറൊരു നടി, മലയാള ഇൻഡസ്ട്രിയിലുള്ള ഏതോ ഒരു നടി, അവരെ നമുക്കറിയില്ല, അവർ വന്നിട്ട് അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിവേ, ബോബി ചെമ്മണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദ്വയാർത്ഥം എന്നോട് വേണ്ട അന്ന് പ്രതികരിക്കാതിരുന്നത് മൗനാനുവാദമല്ല എന്ന്. കാരണം അതും ഹണി റോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 2 മാസം മുന്നേ കണ്ടാണെന്ന് തോന്നുന്നു, 2 മാസം ആണെന്നാണ് വിശ്വാസം, ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ ഇതേപോലെ കടന്ന് വൃത്തികേട് വിളിച്ചു പോകുന്നത്.
അന്ന് ഹണി റോസ് മിണ്ടാതിരുന്നപ്പോഴത്തേക്കും ബോബി ചെമ്മണ്ണൂരുടെ വിചാരം എന്താ, എനിക്ക് ഇനിയും പറയാം, ആരെപ്പറ്റി വേണമെങ്കിലും എനിക്ക് ഇനിയും പറയാം, എന്തും പറയാം. ആ ഒരു ലൈസൻസ് കിട്ടിയ പോലെയാണ് ആൾ വിളിച്ചു കൂവുന്നത്. അന്ന് അവർ മിണ്ടിയില്ല. പക്ഷേ ഞാൻ പല ഇന്റർവ്യൂസിൽ വീണ്ടും ഈ ചോദ്യം വന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂർ അതിനെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ആങ്കേഴ്സ് ബോബി ചെമ്മണ്ണൂരോട് തന്ന് കുന്തി ദേവി പരാമർശത്തെ പറ്റി വീണ്ടും ചോദിക്കുമ്പോൾ അയാൾ വളരെ ഈസി ആയിട്ട് അതിലെന്താണ് തെറ്റ്, അതിന് മിസ്റ്റേക്കേ അല്ല എന്നുള്ള രീതിയിലാണ് ബോബി ചെമ്മണ്ണൂർ വീണ്ടും 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 സംസാരിക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഊള കമന്റ് ഇട്ട കുറെ ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മുടെ സായിയുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരാളുടെ കമന്റ് ഇട്ട്, ഒരു ഊള കമന്റ് ഇട്ട ഒരാൾ, ഈ ഫേസ്ബുക്കിലാണ് ഈ കമന്റ്സ് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ഫേസ്ബുക്കിലുള്ള ഈ അമ്മാവൻ കൈൻഡ് ഓഫ് കമന്റ്സ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഏതെങ്കിലും ഒരു നടിയെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നടിയെന്നല്ല, ഇപ്പോൾ അത്യാവശ്യം ഒരാൾ ഒന്ന് ഫേമസ് ആയിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ണുകടിയുള്ള കുറെ ഊളകൾ ഇങ്ങനെ ചുമ്മാ കുറെ ഐഡിയ ആയിട്ട് അങ്ങ് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെയും ഹണി റോസ് ആണ് ആക്രമിക്കപ്പെടുന്നത്. ബോബി ചെമ്മണ്ണൂർ വൃത്തികേട് പറയുമ്പോൾ അതിന് കുഴപ്പമില്ല. പക്ഷെ ഹണി റോസ് വസ്ത്രം ധരിക്കുന്നത് മറ്റെന്തോ വലിയ അപരാധമാണ്. ഹണി റോസ് അങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഈ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രം ധരിച്ചു വരുന്നത് പറ്റില്ല. അത് അനുവദിച്ചു കൊടുക്കില്ല. കുത്തിയിരുന്ന് ഇതൊക്കെ കാണുകയും ചെയ്യും. ഹണി റോസിന്റെ ഉദ്ഘാടന ചടങ്ങ്, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടന ചടങ്ങിന് എത്തുന്ന നടി ഹണി റോസ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഹണി റോസ് വന്നു കഴിയുമ്പോഴത്തേക്ക് അത്രത്തോളം അവിടെ മീഡിയ അറ്റൻഷൻ കിട്ടും. ഈ മീഡിയ അറ്റൻഷൻ എങ്ങനെ കിട്ടുന്നത്? സോഷ്യൽ മീഡിയയിൽ പോലും ഹണി റോസിന്റെ ഉദ്ഘാടന വീഡിയോക്ക് ഭയങ്കര റീച്ചാണ്. ഹണി റോസ് വരുന്ന ആ സ്ഥലത്ത് പോലും ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടും. അത് ഹണി റോസിനെ കാണണം എന്നുള്ള ത്വര കൊണ്ട്, അതൊരു ഹണി റോസ് എന്ന് പറയുന്ന നടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ പറയപ്പെടുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ളതുകൊണ്ടാണ്. അവർ ഹണി റോസിനെ വന്ന് കാണുകയും ചെയ്യും, വീഡിയോസിൽ നിന്ന് കുത്തിയിരുന്ന് കാണുകയും ചെയ്യും. എന്നിട്ട് ഹണി റോസിനെ ചീത്ത വിളിക്കും, എന്തിനാണ് നിങ്ങളുടെ വസ്ത്രം ധരിക്കുന്നത്, മറ്റേതാണ് മറിച്ചതാണ്, കുറേ കൈൻഡ് ഓഫ് കമന്റ്സ്. ഞാൻ തന്നെ എത്രയോ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഊളകളെ അറസ്റ്റ് ചെയ്തതിനകത്ത് നല്ല കാര്യം, അറസ്റ്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അവരെക്കാൾ മുന്നേ അറസ്റ്റ് ചെയ്യേണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിനെയായിരുന്നു. അയാൾക്ക് ജാമ്യം കിട്ടി ഈസി ആയിട്ട്, ഓക്കെ ഫൈൻ. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാർക്കും ജാമ്യമൊക്കെ കിട്ടും. അപ്പോൾ സായ എന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കമന്റ് ഇട്ട ഒരാളുടെ ഒരു റിലേഷൻ ഞാൻ പറയുന്നില്ല, അവർ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു വോയിസ് സായി പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ആകെ മൊത്തം നോക്കാനായിട്ടാണെങ്കിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല. അയാളൊരു സാധാരണക്കാരനാണ്. ഇതേപോലെ ഇനിയും ഏതൊരു സ്ത്രീയെ പറ്റിയും അല്ലെങ്കിൽ മീഡിയയെ മുന്നിൽ കാണുന്ന സമയത്ത്, തനിക്ക് അറ്റൻഷൻ കിട്ടുന്ന സമയത്ത് ഡബിൾ മീനിങ് കോമഡി ഇതേപോലെ വൃത്തികെട്ട രീതിയിൽ വിളിച്ചു പറയാനാണെന്നുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂർ അകത്ത് തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത്. അത് നിർത്തുന്നതാണ് നല്ലത്. ബോബി ചെമ്മണ്ണൂർ നിർത്തത്തൊന്നുമില്ല. അയാൾ ഇനി ഇത് തന്നെ ആവർത്തിക്കും. കാരണം അയാളുടെ അറ്റൻഷൻ സീക്കിംഗ് പരിപാടി, അയാൾക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നത് ഈ രീതിയിലുള്ള വൾഗർ ആയിട്ടുള്ള കമന്റ്സ്, വൾഗർ ആയിട്ടുള്ള കോമഡി. അയാൾക്കത് കോമഡി ആയിരിക്കാം, പക്ഷെ നമുക്കത് കോമഡി അല്ല. അത് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ബോബി ചെമ്മണ്ണൂർ റീച്ച് ഉണ്ടാക്കി എടുക്കുന്നത്. അല്ലാതെ ബോബി ചെമ്മണ്ണൂരിന് ഒരു സ്ഥായി ആയിട്ടുള്ള റീച്ച് കിട്ടില്ല. കാരണം അയാൾ സാധാരണ ഒരു ബിസിനസ്മാൻ ആണ്, അല്ലേ? അപ്പം അയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കോമാളിത്തരം കാണിക്കുക, അല്ലെങ്കിൽ ഡബിൾ മീനിങ് കോമഡി പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാളുടെ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചാരിറ്റി ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. ചാരിറ്റി അയാൾ ചെയ്യുന്നതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുകയല്ല. പക്ഷെ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലായിട്ടും ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് ആൾക്കാർക്കിടയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ ഒരു വിവാദം വരും, പെട്ടെന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി കുറച്ച് ചാരിറ്റി പരിപാടീസ് ചെയ്യും, ആ വിവാദങ്ങൾക്ക് അങ്ങോട്ട് കാറ്റിപ്പറത്തി കളയും. ഇതാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. എനിവേ, ഈ ഒരു വിഷയത്തിൽ ഹണി റോസിനോട് 100% അവർക്ക് തന്നെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇനി ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇപ്പോഴും ചീത്ത വിളിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ, അതിൽ ഒരു ഭാഗം ബോബി ചെമ്മണ്ണൂരിന്റെ PR ടീംസ്, മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ബോധവും പൊക്കണവും ഇല്ലാത്ത കുറച്ച് വിവരം കേട്ട ആൾക്കാരെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. എനിവേ, ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് കൂടെ നമുക്ക് നോക്കാം. ബോബി ചെമ്മണ്ണൂർ ഇനി എന്ത്, അയാള് ക്ഷമ ചോദിക്കുന്നതൊക്കെ തന്നെ അയാളെ ന്യായീകരിച്ചുകൊണ്ടാണ്. അതിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ. എന്തായാലും എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ.